പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 27-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ ഈ മാസത്തിൻ്റെ 4ാമത്തെയും അവസാനത്തേതുമായ വിശുദ്ധ ദിനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് കൃപ ചെയ്തിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഈ വിശുദ്ധ ദിനം ഏവർക്കും ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം. ദ ബുക്ക് ഓഫ് എസ്തേർ ചാപ്റ്റർ 5 വേഴ്സ് 2 നാം ഇങ്ങനെ വായിക്കുന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീ നാമധേയത്തിൽ അറിയപ്പെടുന്ന 2 പുസ്തകങ്ങളാണ് രൂത്തിൻ്റെതും എസ്തേറിൻ്റെതും. ഈ 2 പുസ്തകങ്ങളുടെയും ഇതിവൃത്തം ഒന്ന് തന്നെയാണ്. 2 പശ്ചാത്തലങ്ങളിൽ കൂടെ ഇത് വിവരിച്ചിരിക്കുന്നു. എസ്തേറിന്റെ പുസ്തകത്തിന്റെ വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കേവർക്കുമുണ്ട്. അതുകൊണ്ട് എസ്തേറിന്റെ പുസ്തക ചരിത്രത്തിലേക്കോ അതിന്റെ ബാഹ്യ ആഭ്യന്തര വിഷയങ്ങളിലേക്കോ ഒന്നും ഇന്ന് ജീവജലം നമുക്ക് പ്രത്യേകാൽ ഒരു വചനവും നൽകുന്നില്ല. ഇന്ന് വായിച്ചു കേട്ട വാഗ്ദത്ത വചനത്തിൽ വളരെ വ്യക്തമായി ഒരു കാര്യം പറയുന്നു. എസ്തേർ രാജ്ഞിയെ അഹശ്വേരോശ് രാജാവ് കണ്ടപ്പോൾ രാജാവിന് അവളോട് കൃപ തോന്നി. എന്താണ് ഇതിന്റെ കാരണം? നാം 4-ാം അധ്യായം പഠിക്കുമ്പോൾ 30 ദിവസത്തേക്ക് രാജാവിന്റെ അടുക്കൽ ചെല്ലുവാൻ എസ്തേർ രാജ്ഞിക്ക് അനുവാദമില്ല, അഥവാ വിളിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ മൊർദെഖായോടും കൂട്ടരോടുമായി എസ്തേർ രാജ്ഞി പറയുകയാണ്, നിങ്ങൾ 3 ദിവസം എനിക്ക് വേണ്ടി ഉപവസിക്കുക. എന്ത് സംഭവിച്ചാലും ആ 3 ദിവസം കഴിയുമ്പോൾ ഞാൻ രാജസന്നിധിയിൽ ചെല്ലും. 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ 3-ാം ദിവസം ഇതാ എസ്തേർ രാജ്ഞി തനിക്കുള്ള രാജവസ്ത്രം ധരിച്ച് പ്രാകാരത്തിൽ രാജാവിരിക്കുന്നതിന് അഭിമുഖമായി നിന്നു. അതെ, രാജാവിന് എസ്തേറിനോട് കൃപ തോന്നുവാനുള്ള കാരണം അതിന്റെ പിന്നിൽ 3 ദിവസം ശക്തമായി ഉപവസിച്ച് പ്രാർത്ഥിച്ചതാണ്. അനുവാദമില്ലാതിരുന്ന സ്ഥാനത്ത് രാജാവ് ഇതാ കൃപ തോന്നുകയും തന്റെ പൊൻചെങ്കോൽ എസ്തേറിന് നേരെ നീട്ടുകയും രാജ്ഞി രാജസദസ്സിലെത്തി പൊൻചെങ്കോലിന്റെ അഗ്രത്തെ തൊടുകയും ചെയ്തു. ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുമ്പിൽ അസാധ്യങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്. ഒരിക്കലും നടക്കുകയില്ല എന്ന് സ്വയം വിധി എഴുതിയ ചില കാര്യങ്ങളുണ്ട്. ഇനി ഈ വിഷയം നമ്മൾ സംസാരിക്കത്തില്ല,
ഈ വിഷയം ഇനി ആരോടും പ്രാർത്ഥിക്കാൻ പറയത്തില്ല, നമ്മളിനി ഓർക്കുകയില്ല, മറന്നു കളഞ്ഞേക്കുക. ഇങ്ങനെയൊക്കെ നാം തന്നെ വിധി എഴുതി ശപിച്ച് ശാപവാക്കുകൾ കൊണ്ട് മൂലയ്ക്കാക്കിയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിശുദ്ധ ദിനം അതിരാവിലെ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളോട് വളരെ വ്യക്തമായി ബുദ്ധി ഉപദേശിക്കുന്നു. മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിങ്ങളുടെ ആ വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവം കൃപ തോന്നും, ദയ തോന്നും, അതിന്മേൽ സ്വർഗീയ പൊൻചെങ്കോൽ നീട്ടും. എന്ത് ചെയ്യണമെന്നറിയാമോ? ആ വിഷയത്തിനു വേണ്ടി ശക്തമായി സഭ ശ്രദ്ധയോടെ മുഴങ്കാലുമടക്കി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജോലിയുടെ വിഷയമാണോ? വിസയുടെ വിഷയമാണോ? അടുപ്പിച്ച് ചില എക്സാമുകൾ എഴുതിയിട്ട് വിജയിക്കാൻ സാധിക്കാതെ നിരാശയിലാണോ? അതെ, മകന്റെയോ മകളുടെയോ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ചില പിരിമുറുക്കത്തിലാണോ? ചില നിയമക്കുരുക്കുകൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? ഏപ്രിൽ മാസം 30-ാം തീയതിക്കകം ചെയ്തു തീർക്കേണ്ട, കൊടുത്തു തീർക്കേണ്ട സാമ്പത്തിക ഇടപാടുകൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങളെ വല്ലാതെ തളർത്തിക്കളഞ്ഞോ? നിങ്ങൾ ഏറ്റവും സ്നേഹിച്ച, നിങ്ങളുടെ ഉള്ളു തുറന്ന് നിങ്ങളുടെ വിഷയങ്ങൾ പങ്കിട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ, സ്നേഹിതർ, കൂട്ടുകാർ, സഹോദരങ്ങൾ നിങ്ങളെ ഒറ്റയ്ക്കാക്കിയോ? എന്താണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക വ്യഥ, ഭാരം, പ്രയാസം? ഒറ്റപ്പെടലോ, സാമ്പത്തിക ബാധ്യതയോ, നിയമപ്രശ്നങ്ങളോ, കുടുംബ ജീവിതത്തിന്റെ തകർച്ചയോ? മകന്, മകൾക്ക് വിവാഹങ്ങളൊക്കെ എല്ലാം ക്രമീകരണമായി വന്നു, എന്നാൽ എന്താണെന്ന് അറിയത്തില്ല. അവസാന നിമിഷത്തിൽ വിവാഹങ്ങൾ മാറിപ്പോകുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് ഒന്നിച്ചു പോകാൻ പറ്റാത്ത വിധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അലട്ടുന്നു. തലമുറ ലഭിക്കാതെ ഭാരപ്പെടുന്നു. അടിക്കടി ഹോസ്പിറ്റലിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു. എത്ര നിയന്ത്രിച്ചിട്ടും നിങ്ങളുടെ ചിന്തകളെ ഒതുക്കി നിർത്തുവാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ മനസ്സ് ചാഞ്ചാടുന്നു. അതെ, അസാധ്യങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റുമായി ഇന്ന് പകൽ എന്നെ ആരെങ്കിലും ശ്രവിക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, അതിന്മേൽ വിടുതൽ തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഈ ലോക വൈദ്യന്മാർ നടക്കുകയില്ല എന്ന് പറഞ്ഞത്, പ്രിയപ്പെട്ടവർ ഇവനെ ഇവളെ ഒന്നിനെ കൊള്ളുകയില്ല എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളെ ഒഴിവാക്കിയെടുത്ത് സ്നേഹം നടിച്ച് നിങ്ങളെ വഞ്ചിച്ചവരുടെ മുമ്പിൽ, നിങ്ങളെ തകർത്ത് കശക്കി എറിഞ്ഞവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി പൊൻചെങ്കോൽ നീട്ടുന്ന ഒരു ഉയരത്തിലെ രാജാതി രാജാവ് ജീവിക്കുന്നു. എന്ത് ചെയ്യണം? ഇന്ന് വിശുദ്ധ ആരാധനയ്ക്കായി തയ്യാറായി നിൽക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഇന്നത്തെ ആരാധനയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് സകലവും മറന്ന് ദൈവത്തോട് വാവിട്ട് നിലവിളിക്ക്. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിര്. മൊർദെഖായിയുടെയും കൂട്ട് സഹോദരങ്ങളായ യഹൂദന്മാരുടെയും ഉപവാസത്തെയും പ്രാർത്ഥനയെയും മാനിച്ച് എസ്തേറിനോട് സ്വർഗത്തിലെ ദൈവം അഹശ്വേരോശിന് കൃപ നൽകുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ
നിങ്ങൾക്കെതിരെ നോ എന്ന് പറഞ്ഞ വാതിലുകൾ, കൊട്ടിയടച്ച വാതിലുകൾ, കണ്ടു പോകരുതെന്ന് ആക്രോശിച്ച വാതിലുകൾ, നിങ്ങളെ നോക്കി ശപിച്ച നാവുകൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം ഉയരുകയില്ല, വളരുകയില്ല എന്ന് ആണയിട്ട് പറഞ്ഞവരുടെ മുമ്പാകെ നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ വിളിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, മറുപടി നൽകുന്നവനാണ്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം നൽകുന്ന സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഉപവാസത്തെയും പ്രാർത്ഥനയെയും തമ്പുരാൻ മാനിക്കട്ടെ. നിങ്ങളെ വിട്ട് ദൂരെയായിരിക്കുന്ന മക്കൾ, കടലിനക്കരെയായിരിക്കുന്ന മക്കൾ വിസ പ്രശ്നത്തിൽ ഭാരപ്പെടുന്നോ, പഠനകാര്യത്തിൽ വ്യാകുലപ്പെടുന്നോ, അതുപോലെ തന്നെ ജോലി സംബന്ധമായി അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നോ? എന്താണ് നിങ്ങളെ മഥിക്കുന്ന പ്രശ്നം? ഉപവസിക്ക്, പ്രാർത്ഥിക്ക്. നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം കനിവ് തോന്നും, ദയ തോന്നും, കൃപ തോന്നും. സ്വർഗീയ പൊൻചെങ്കോൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിനു നേരെ ഉയരത്തിൽ നിന്ന് നീട്ടുവാൻ ഈ വിശുദ്ധ ദിനം സ്വർഗത്തിലെ ദൈവം മതിയായവനാ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യമിത്രമേ, തങ്ങൾ വിശ്വാസത്തോടെ ഇന്നത്തെ വാഗ്ദത്ത വചനം ആവർത്തിച്ചു വായിക്കുക. ആ വചനത്തിൽ നിങ്ങളുടെ വലങ്കരം വെച്ചിട്ട് വിശ്വാസത്തോട് ഉറക്കെ പറയുക. എസ്തേറിന്റെയും മൊർദെഖായിയുടെയും കൂട്ടരുടെയും ഉപവാസത്തെ, പ്രാർത്ഥനയെ മാനിച്ച് എസ്തേറിനോട് കൃപ തോന്നിയ ദൈവം ഇന്ന് പകൽ എന്റെ വിഷയത്തിന്മേൽ, എന്റെ ഭർത്താവിന്റെ, എന്റെ ഭാര്യയുടെ, എന്റെ കുഞ്ഞിന്റെ, എന്റെ കുടുംബത്തിന്റെ, എന്റെ ആരോഗ്യത്തിന്റെ, എന്റെ നിയമവിഷയത്തിന്റെ സകല വിഷയത്തിന്മേലും അപ്പനെന്ന് കൃപ തോന്നും. ഉയരത്തിൽ നിന്നും പെൻചെങ്കോൽ നീട്ടും. ആമേൻ, ആമേൻ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ ഏറ്റെടുക്കാം, പ്രാർത്ഥനയോടെ മുന്നേറാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിന്റെ അവസാനത്തെ വിശുദ്ധ ദിനത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചുവല്ലോ. അപ്പാ, ഞങ്ങൾ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മ കൂടുന്നു. എന്നാൽ ഞങ്ങളുടെ ഉള്ളിൽ ചില വിഷയങ്ങൾ, ചില വിഷമങ്ങൾ, ചില ഭാരങ്ങൾ, നാളുകളായി നടക്കാത്തത്, വേദനയോടെ കൊണ്ട് നടക്കുന്നത്. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളെ ശക്തമായി ഉറപ്പിച്ചുവല്ലോ. നിയമമില്ലാത്ത ഇടത്ത്, ക്ഷണം ഇല്ലാത്ത ഇടത്ത്, സാധ്യതയില്ലാത്ത ഇടത്ത്, ഹല്ലേലൂയ, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തിയാൽ നിയമം പുറപ്പെടുവിച്ച അതേ രാജാവ് തന്നെ കൃപ തോന്നി എസ്തേറിന് നേരെ പെൻചെങ്കോൽ നീട്ടിയെങ്കിൽ ഇന്ന് പകൽ ഞങ്ങളുടെ വിഷയത്തിന്മേൽ ഇടപെടണമേ. അപ്പാ, വേദനയോടെ ഭാരത്തോടെ ഇതാ നിന്റെ മക്കൾ വന്നിരിക്കുന്നു. ഈ വിശുദ്ധ ദിനം അവിടുന്ന് വാസ്തവമായി ഞങ്ങളുടെ വിഷയത്തിന്മേൽ തൊടണം, ഏറ്റെടുക്കണം, വിടുതലയക്കണം. അങ്ങയുടെ നാമത്തിന് വേണ്ടി സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, മൊർദെഖായിയുടെ ദൈവം, എസ്തേറിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവം 2025 ഏപ്രിൽ 27 ഞായറാഴ്ചയും പ്രവർത്തിക്കുവാൻ, ഉത്തരവരുളുവാൻ, കൃപ തോന്നുവാൻ മതിയായവൻ തന്നെയാണ്. ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. ഉയരത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങളേവരെയും സമ്പന്നമാക്കി
അനുഗ്രഹിച്ച് ഐശ്വര്യമായി അനുഗ്രഹിച്ച് തന്റെ വലങ്കരം പിടിച്ച് നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.